ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് അവിടുന്ന് ദാനമായി തരുന്നതാണ് വിവാഹ ജീവിതം. നമ്മുടെ കുടുംബജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് വിവാഹ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തിയെ മറികടക്കാൻ ദൈവം നമുക്ക് ശക്തി തരുന്നു. വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ചത് ദൈവം തന്നെയാകയാൽ അതിനെ പരിപോഷിക്കാൻ ശത്രുകരങ്ങളിൽ നിന്ന് അതിനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. നമ്മെ ദൈവത്തോട് ചേർന്ന് വയ്ക്കുമ്പോൾ ഏറ്റവും ആനന്ദപ്രദമായി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടോ? അതെപ്പോൾ എന്ന് തിരിഞ്ഞു നോക്കുക. കാരണം നാം സ്നേഹം മറന്ന് ക്രമാനുസൃതമായ നടപടിയായി ജീവിതം ചുരുങ്ങുന്നു. ഭാര്യ ഭർത്താക്കന്മാർ സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിടിയിലും എന്ന ഭാവേന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ക്രമേണ ആ സ്നേഹത്തിൻ്റെ നിറം മങ്ങി നശിക്കാൻ തുടങ്ങുന്നു. ഇതിന് കാരണം ഒരാൾ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ട വ്യക്തിയാണെന്ന വിചാരത്തോടെ തൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു സേവകനായി പങ്കാളിയെ കരുതുന്നു. ക്രമേണ മറ്റേ വ്യക്തിക്ക് ജീവിതം ഭാരമായി മാറുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും കുടുംബത്തിൻ്റെ ജോലി ചെയ്യാനും ഉള്ള ഒരു വ്യക്തിയായി പങ്കാളി മാറുന്നു. ജീവിത പങ്കാളിയെ തനിക്ക് തുല്യം കാണാതെ മാറ്റി നിർത്തുമ്പോൾ കുടുംബജീവിതത്തിൽ സ്വാർത്ഥത കടന്നു വരികയും കുടുംബത്തിൻ്റെ സ്നേഹം മരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു പുരുഷനും സ്ത്രീയും ഒന്നുചേരുമ്പോൾ അവർ ദൈവസ്നേഹത്തിൻ്റെ തുല്യരായി തീരുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ ഭാര്യമാർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കുമ്പോൾ പുരുഷന്മാർ കൂട്ടുകാരുമായി സ്വറ പറയാനും പരസ്ത്രീ ബന്ധത്തിൽ ഇടപെടാനും പോകുമ്പോൾ വീട്ടിൽ തനിച്ചിരിക്കുന്ന ഭാര്യയുടെ ഏകാന്തതകൾ പുരുഷൻ ഗവനിക്കാറുണ്ടോ? തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ ഒരു ഐ ലവ് യു പറയാൻ, നീ സുന്ദരിയാണെന്ന് പറയാൻ മെനക്കെടാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട്. സ്വന്തമെന്ന പോലെ ജീവിത പങ്കാളിയെ കരുതാനും സ്നേഹിക്കാനും രണ്ടുപേർക്കും കഴിയണം. സ്നേഹം കുറഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് കുടുംബത്തെ തിരികെ കൊണ്ടുവരുവാൻ നാം എന്ത് ചെയ്യണം? പരസ്പരം വന്ന പോരായ്മകൾ ഏറ്റുപറഞ്ഞ് സോറി പറഞ്ഞ് രമ്യതയിലാകാൻ ശ്രമിക്കണം. ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ, പങ്കാളിയുടെ മാനസികമായ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറിയ നിമിഷങ്ങൾ, ഇതിനൊക്കെ മാപ്പ് പറയാൻ കഴിയണം. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പങ്കാളിയും പറയും, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പരസ്പരം പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നു. പരസ്പരം പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാനും ആശ്വസിപ്പിക്കാനും രണ്ടുപേർക്കും കഴിയണം. മാത്രമല്ല, ദമ്പതികൾ ദിവസം 15 മിനിറ്റെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. ഈ 15 മിനിറ്റ് പരസ്പരം ഭാരം ഇറക്കി വയ്ക്കാനുള്ള സമയമാണ്. മാത്രമല്ല, കുടുംബത്തെക്കുറിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും മക്കളുടെ ഭാവി, പഠിത്തം ഇവയൊക്കെ ഒന്നിച്ചിരുന്നിരുന്ന് തീരുമാനിക്കാനും കഴിയണം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചൊന്ന് പുറത്തു പോകാനും ഭക്ഷണം കഴിക്കാനും സിനിമ കാണാനുമായി നിങ്ങൾ സമയം കണ്ടെത്തണം. അടുക്കളയിൽ ഭാര്യയെ സഹായിക്കാൻ പുരുഷന് കഴിയണം. നിങ്ങളുടെ ഇടയിൽ ഒരു രഹസ്യവും പാടില്ല. എല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിച്ച് വേണം കുടുംബകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെയായാൽ നമ്മളുടെ കുടുംബം സന്തോഷപൂർണ്ണമാകും. ശുഭദിനം.